മുന്നോട്ട് വരട്ടെ. ചില്ലറ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, അതെല്ലാം പറഞ്ഞു തീർത്തിട്ട് ഒന്നൊന്നിച്ചുകൂടെ. നിസ്കാരം ഒരേപോലെയാണ്, അതേ നോമ്പ് ഒരേപോലെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒന്നിലും ഈമാൻ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഇസ്ലാം കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, നോമ്പിൽ അഭിപ്രായ വ്യത്യാസമില്ല. ശറഈയായ ഒരു വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ എന്തുകൊണ്ട് ഒന്നിച്ചുകൂടാ? പിന്നെ എന്തുകൊണ്ട് തർക്കിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഉമ്മത്തെ മുഅ്മിനേ, നമുക്ക് ഒന്നായി ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി, ഈ ഉമ്മത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ അതാ ഭാരതാംബയുടെ ഐക്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി ഒന്നിച്ചുകൂടെ. ഒരാളോടും വെറുപ്പ് വേണ്ട, ഒരാളോടും ദേഷ്യം വേണ്ട, ഒരാളോടും പക വേണ്ട. നമുക്കൊന്നിച്ചൊന്നായി നമ്മുടെ മഹല്ലത്തിൽ അതാ ഇറങ്ങി പ്രവർത്തിച്ചു. സുബ്ഹാനല്ലാഹ്, മയക്കുമരുന്നിനെതിരെ, അതേ തോന്നിവാസത്തിനെതിരെ, അനാചാര അനാശാസ പ്രവർത്തനത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോ, അതേ ഈ ജാതി പ്രവർത്തനങ്ങൾ നടത്തുന്നവരവരതാ അവരെ മതാ ഒളിഞ്ഞു പോകുമെന്നും അവരതാ കാണാമറയത്തു നിന്ന് മാറി നിൽക്കുമെന്നും നമുക്കറിഞ്ഞുകൂടെ. അതുകൊണ്ട് ഉമ്മത്തെ മുഅ്മിനേ, സന്തോഷത്തോടെ സമാധാനത്തോടെ ഇസ്സത്തോടെ ഒരാളോടും വെറുപ്പ് വേണ്ട, ഒരാളോടും വിദ്വേഷം വേണ്ട. സുബ്ഹാനല്ലാഹ്, നല്ലവരായി ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ മമ്പുറം തങ്ങൾ ജീവിച്ചതുപോലെ, വെളിയങ്കോട് ഉമർ ഖാലി തങ്ങൾ ജീവിച്ചതുപോലെ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ജീവിച്ചതുപോലെ, അല്ലാഹ് കുണ്ടൂർ ഉസ്താദ് ജീവിച്ചതുപോലെ, അല്ലാഹ് മടവൂർ പാപ്പ ജീവിച്ചതുപോലെ സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. അതേ സഹോദര്യത്തോടെ ജീവിക്കാമല്ലോ. ഖൈർ കൊണ്ട് അനുഗ്രഹിക്കാമല്ലോ. മതസ്പർദ്ധയില്ലാത്ത നാട്, വൈരാഗ്യം വിദ്വേഷം വർഗീയതയില്ലാത്ത നാട്, അതേ സന്തോഷത്തോടെ ജീവിച്ചു സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ആരെയും വെറുപ്പിക്കാതെ, ഒരു ഉറുമ്പ് പോലും എന്നെ കൊണ്ട് ചത്തുപോകരുത്, ഒരാൾക്കും എന്നെ കൊണ്ട് വെറുപ്പുണ്ടാകരുതെന്ന ചിന്ത ആർക്കുണ്ടോ? അയൽവാസിയോട് നല്ല നിലയിൽ, കുടുംബത്തോട് നല്ല നിലയിൽ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിക്കാതെ, സാദാത്തുക്കളെ ഗ്രൂപ്പ് തിരിക്കാതെ, ആലിമീങ്ങളെയും ഉമറാക്കളെയും പാർട്ടി നോക്കാതെ, അതേ മെമ്പർഷിപ്പ് നോക്കാതെ, സുബ്ഹാനല്ലാഹ് കൊടിയുടെ നിറം നോക്കാതെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിലടിയുറച്ച് പ്രവർത്തിച്ച് വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങണം. എല്ലാ പണ്ഡിതന്മാരെയും ബഹുമാനിക്കണം, എല്ലാ സാദാത്തുക്കളെയും ബഹുമാനിക്കണം. അല്ലാഹ്, അതല്ലേ കഴിഞ്ഞു പോയ മുൻഗാമികൾ ഇവിടെ വരച്ച് കാണിച്ചു വന്നത്. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും നിസ്കാരം കൃത്യമായി നിർവഹിച്ചു. സുബ്ഹാനല്ലാഹ്, നാവ് കൊണ്ട് ദിക്ർ ചൊല്ലണം. സ്റ്റിക്കർ ഒട്ടിക്കലല്ലോ നമ്മളെ പണി. നമ്മുടെ പണി നാവ് കൊണ്ട് പ്രവർത്തിക്കലാണ്, കൈ കൊണ്ട് പ്രവർത്തിക്കലാണ്, കാല് കൊണ്ട് പ്രവർത്തിക്കലാണ്. അതിലേക്ക് ഞാനും നിങ്ങളും മടങ്ങി നല്ലവരായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.